ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. പട്ടുറുമാൽ പാർട്ട് 9. ഹലോ ഹലോ. പകൽ സമയം ഫോൺ ബെൽ കേട്ട് ഓടി വന്ന് റിസീവർ എടുത്തത് രജനിയാണ്. ഹലോ എടി തല്ലിപ്പൊളി, നീ ആയിരുന്നോ? ഞാൻ രാധുവാടി. കോളേജ് ഗേറ്റിന് മുൻവശത്തുള്ള ടെലിഫോൺ ബൂത്തിനുള്ളിൽ രജനിയുടെ കൂട്ടുകാരികൾ തടിച്ചുകൂടി. രാധുവിൻ്റെ കയ്യിൽ നിന്ന് റിസീവർ അനിത തട്ടിപ്പറിച്ച് വാങ്ങിച്ചു. നിനക്ക് ഉവ്വാവായിട്ട് കിടക്കുവാണെന്നറിയാൻ വിളിച്ചതാടി. 3 ദിവസമായല്ലോ നീ ക്ലാസ്സിൽ വന്നിട്ട്. എന്നാ ഉവ്വാവാ? പതിവ് വയറ്റിൽ വേദനയാ. രജനിക്ക് കരച്ചിൽ വന്നു തുടങ്ങിയിരുന്നു. എന്താടി നീ ഒന്നും മിണ്ടാത്തത്? ഇത്തവണ റിസീവർ വാങ്ങിയത് സാലിയാണ്. ഉമ്മ പറഞ്ഞു ഇനി കോളേജിൽ പോകണ്ടാന്ന്. രജനിക്ക് സ്വരം പതറി. നിന്നെ കെട്ടിച്ചു വിടാൻ പോവാണോടി? സാലി ഉറക്കെ ചിരിച്ചുപോയി. ആ, രജനിയുടെ സ്വരം താണു. ആഹാ, കോളടിച്ചല്ലോടി. ആ പഞ്ചാരക്കുഴമ്പം തന്നെയാണോടി? ഏതെങ്കിലും ഇബിലീസ് ആയിരിക്കും. രജന ചീറി. ഇബിലീസെങ്കിൽ ഇബിലീസ്, ആരായാൽ എന്താടി? അടുത്ത വർഷം ഒരു ചിന്ന രചന എളിയിലിരുന്ന് മോങ്ങട്ടടി. കാണാൻ ഞങ്ങളും വരാമല്ലോ കുഞ്ഞുടുപ്പും കൊണ്ട്. മോന്തയ്ക്കൊരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ. നിന്റെ കൈ ഇങ്ങ് എത്തത്തില്ലെന്ന് നല്ല ധൈര്യം ഉണ്ടടി. സാലി, എനിക്ക് ചാകാൻ തോന്നുവാടി. എന്താ രചന പ്രശ്നം? നീ കാര്യം പറയേ. രചന ചുരുക്കത്തിൽ കാര്യം പറഞ്ഞു. ഞങ്ങൾ വന്ന് നിന്റെ ആ ഉമ്മയൊന്ന് കണ്ട് മണിയടിച്ചാലോടി. നടന്നത് തന്നെ. നിങ്ങൾ വെറുതെ മെനക്കെടണ്ട. രചന തേങ്ങിപ്പോയി. എൻ്റെ ഉമ്മ ആരുടെയെങ്കിലും വാക്കുകൾ കേൾക്കുന്ന ഒരാളായിരുന്നെങ്കിലെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇല്ല, നടപ്പില്ല. വിധി ഞങ്ങളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. രചന റിസീവർ വെച്ചു. അവൾ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞുപോയി. എല്ലാം കേട്ട് അരികിലുണ്ടായിരുന്നു അനീസ. ഞാൻ കാരണം നിനക്കും പഠിത്തം മുടങ്ങിയല്ലോ രചന. അനീസയ്ക്കും ഉണ്ടായി സങ്കടം. താത്ത കാരണമല്ല. രചനയുടെ ശബ്ദം ഉറച്ചു. ഉമ്മയുടെ പിടിവാശിയാണ് കാരണം. ഇത് ദുർവാശിയാണ്. താത്തയുടെ കാര്യം തന്നെയല്ല, എൻ്റെ കാര്യം അറിഞ്ഞാലും ഉണ്ടാകും ഈ തുള്ളൽ. നേരത്തെ ആയത് നന്നായി. അനീസ അനുജത്തിയെ നോക്കി. കുറച്ച് ദിവസം കൂടി കാക്കും ഞാൻ. ഉമ്മ ദുർവാശി വിടുമോ എന്ന്. തുടരാനാണ് ഭാവമെങ്കിൽ. അനീസ ഭീതിയോടെ അവളെ നോക്കി. ഞാൻ സുബൈറക്കോടൊപ്പം പോകും. രചന, അനീസയ്ക്ക് നാവ് വരണ്ടു. എനിക്ക് പഠിക്കണം. എനിക്ക് ഒരുപാട് പഠിക്കണം. സുബൈർക്ക അത് ഏറ്റിട്ടുമുണ്ട്. രചന പറഞ്ഞു. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുമില്ല. രചനയോട് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു അനീസയ്ക്ക്. DMO ഓഫീസ്. 4 മണിയോടടുത്ത സമയം. അനിതയും രാധുവും സാലിയും ഓഫീസിൻ്റെ വാതിക്കലെത്തി. ആസ്യ ബീവി ജോലി ചെയ്യുന്ന ഓഫീസ് ഇതല്ലേ? തെല്ല് ചമ്മലിൽ അനിത ചോദിച്ചു. അതെ, വാതിക്കൽ തന്നെ ഇരുന്ന കനകമ്മാൾ പറഞ്ഞു. എവിടെയാണ് അവർ ഇരിക്കുന്നത്? ഞങ്ങൾക്ക് ആ മാഡത്തെ ഒന്ന് കാണണമല്ലോ. കനകമ്മാൾ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിൻ്റെ ക്യാബിന് നേരെ വിരൽ നീട്ടി. ചെന്നോളൂ. കോളേജ് സ്റ്റൈലിലുള്ള 3 സുന്ദരികളെ കണ്ടതോടെ ഓഫീസിലുള്ള നരച്ചതും കഷണ്ടി കയറിയതുമായ തലകൾ പോലും ഒന്നുയർന്നു. മിഴികൾ തെല്ലി വികസിച്ചു. അടിപൊളി സ്റ്റൈലുകാരികളല്ലേ? ആരും നോക്കിപ്പോവും. അത് മനസ്സിലാക്കി തന്നെ മൂവരും ഓഫീസാകെ ഒന്ന് കണ്ണോടിച്ചു. 3 പേരും അതരങ്ങളിൽ പുഞ്ചിരി ഫിറ്റ് ചെയ്തു. ഒന്ന് ചിരിച്ചാലിപ്പോൾ നഷ്ടപ്പെടാൻ എന്താ ഉള്ളത്? ചുമ്മാ ചിരിച്ചേക്കാം, സാലി അടക്കം പറഞ്ഞു. കക്ഷികളൊന്ന് വെള്ളം വിഴുങ്ങട്ടെ. മൂവരും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റിൻ്റെ ക്യാബിന് മുന്നിലെത്തി. ഹാഫ് ഡോർ തുറന്നു. മേ ഐ കമിൻ മാഡം? ഏറെ ബഹുമാനം കലർത്തി തന്നെ രാധു ചോദിച്ചു. യെസ്, ആസ്യ ബീബി പറഞ്ഞു. മൂവരും അകത്ത് കടന്നു. പെൺകടുവ എന്ന അപരനാമധേയമുള്ള ആസ്യ ബീബിയുടെ മുന്നിൽ എത്തുന്നതുവരെ മൂവർക്കും ഉള്ളിൽ ഭയമായിരുന്നു. എന്നാൽ മുൻപിലെത്തി നിന്നപ്പോൾ മൂവർക്കും അമ്പരപ്പ് തോന്നി. അവർ പരസ്പരം നോക്കി. ഇതോ പെൺകടുവ, ഈ സുന്ദരി മാഡം. ആര് പറഞ്ഞു ഈ അബദ്ധം? യെസ്, പറയൂ. ആസ്യ ബീവി വീണ്ടും പറഞ്ഞു. തൻ്റെ മക്കളുടെ പ്രായം അത് ഓർത്തതുകൊണ്ടാകാം സ്വരം അതീവ ഹൃദ്യമായിരുന്നു. മാഡം, ഞങ്ങൾ രചനയുടെ ക്ലാസ്മേറ്റ്സ് ആണ്, സാലി പറഞ്ഞു. ഓഹോ, എന്താ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരേണ്ടത്? ആസിയയുടെ സ്വരത്തിൽ തെല്ലു വാത്സല്യം കൂടി കലർന്നു. അത് മാഡം, രചന 3-4 ദിവസമായിട്ട് ക്ലാസ്സിൽ വരുന്നില്ല. അത് അനിത നിർത്തി. ആസ്യ ബീവിയുടെ മുഖത്തെ ഹൃദ്യഭാവവും വാത്സല്യവും മറഞ്ഞു. നിമിഷം കൊണ്ടാ മുഖം ഗൗരവപൂർണമായി. മിഴികളിലും ആ ഗൗരവം നിറഞ്ഞു. അല്ല, ക്ലാസ് നഷ്ടപ്പെടുത്തിയാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? അത് പറയൂ. ആസ്യ ബീവിയുടെ സ്വരം ഗൗരവത്തിലായി. രചനയെ നാളെ മുതൽ കോളേജിലേക്ക് വിടണം, അനിത പറഞ്ഞു. അത് നടക്കില്ല. മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? അല്ല മാഡം, അത് പിന്നെ ക്ലാസ് നഷ്ടപ്പെടുത്താതെ. സാലി പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആസ്യ ബീവി ഇടയിൽ കയറി. ക്ലാസ് നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും എന്ന് എനിക്കറിയാം. പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇനി പഠിക്കണ്ട എന്ന് പറഞ്ഞത്.
ആസിയ ബേബിയുടെ സ്വരവും മുഖവും ഇപ്പോൾ കല്ലിച്ചതായി. മാഡം, രചന നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയാണ്, ക്ലാസ്സിലേക്കും ബെറ്റർ. അറിയാം, അവളെക്കുറിച്ച് നിങ്ങൾ പറയാതെ തന്നെ എനിക്കെല്ലാം അറിയാം. യു സി, ഞാൻ അവളുടെ ഉമ്മയാണ്. ഉമ്മയാണോ എന്നാണിപ്പോൾ എൻ്റെ സംശയം. സാലി ചാടി കയറി പറഞ്ഞു. വാട്ട്? ആസിയ ബേബി ഞെട്ടലോടെ നോക്കി. സാലി തെല്ല് പിന്നോക്കം നീങ്ങിപ്പോയി. അല്ലെങ്കിൽ ആ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിക്കില്ലായിരുന്നു. ഉമ്മയാണ് പോലും. മതി. ആസിയ ബേബി ശബ്ദം തെല്ലുയർത്തി. നിങ്ങൾക്ക് പോകാം. അപ്പോൾ രചനയെ വിടില്ല? ഇല്ല. അല്ല, ഒന്നുകൂടി ചിന്തിച്ചിട്ട്. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ചുമ്മാതല്ല നിങ്ങളെ കടുവയെന്ന് ആളുകൾ വിളിക്കുന്നത്, സാലി വീണ്ടും പറഞ്ഞു. ആസിയയുടെ കണ്ണുകൾ മിഴിഞ്ഞു. മക്കളെക്കുറിച്ച് എല്ലാം അറിയാമത്രേ. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല. നോക്കിക്കോ, നിങ്ങളെ ഞങ്ങളൊരു പാഠം പഠിപ്പിക്കും. അനിത ചീറി. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസ് ആണ്. ഞങ്ങളുടെ ക്ലാസ്മേറ്റിനെ അന്യായമായി തടങ്കൽ വെച്ചതിൽ ഞങ്ങൾ കേസ് കൊടുക്കും. രാധുവിൻ്റെ വക. നോക്കിക്കോ, ഞങ്ങൾ അവളെ തട്ടിക്കൊണ്ടുപോകും, സാലി പറഞ്ഞു. ഗെറ്റ് ഔട്ട്, ഗെറ്റ് ഔട്ട് ഐസേ. ആസിയ ബേബി വിറഞ്ഞു തുള്ളി. പോകുവാണേ. പരിഹാസത്തോടെ മൂവരും കൈകൂപ്പിയിട്ട് ഹാഫ് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ഇവരോട് കെഞ്ചാൻ വന്ന് നമ്മളെ വേണം തല്ലാൻ, അനിത പറഞ്ഞു. ഹിഡുംബി. അതാരാടി? സാലി ചോദിച്ചു. അത് ഭീമന്റെ കെട്ടിയോളാടി. അത് പാഞ്ചാലിയല്ലേ? ഇങ്ങനൊരുത്തി കൂടിയുണ്ട്, രാക്ഷസിയാ. രാക്ഷസിയാണോ? എന്നാൽ ചേരൂ ഇവർക്ക്. മൂവരും പുറത്തേക്കുള്ള വാതിക്കലെത്തിയപ്പോൾ കനകമ്മാൾ ചോദിച്ചു. ആസിയ മാഡത്തിനെ കണ്ടോ? കണ്ടു. കാര്യം സാധിച്ചോ? സാധിച്ചില്ല ചേച്ചി, സാലി പറഞ്ഞു. ഞങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അപ്പോൾ മാഡത്തിനെ കാണാനല്ലേ വന്നത്? അതെ, ഞങ്ങളുടെ കൂടെ പഠിക്കണ കുട്ടിയുടെ മദറാണെന്ന് കരുതിയിട്ടാ വന്നത്. കണ്ടപ്പോഴാ പിടികിട്ടിയേ അവരെ ആ കുട്ടിയുടെ മദറല്ല, സെൻട്രൽ ജയിലിൽ ഡ്യൂട്ടി നോക്കുന്ന ജയിലറാണെന്ന്. കനകമ്മാൾ മിഴിച്ചു നോക്കി. മൂവരും വാതിൽ കടന്നു ഓടി. കളക്ട്രേറ്റിന്റെ താഴെ എത്തി കിതപ്പോടെ അവർ നിന്നു. ഉമ്മ എന്ന് പറയുമ്പോൾ രചന ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് പിടികിട്ടിയത്, സാലി പറഞ്ഞു. സിംഹി തന്നെ. അങ്ങനെ രചനയും ചേച്ചിയും ഇവരുടെ കൂടെ കഴിയും. അസൽ കടുവ. എങ്ങനാ? ഇങ്ങനെയൊക്കെ തന്നെ. മൂവർക്കും വിഷമം തോന്നി. നമുക്ക് ആ സുബൈറിനെ കാര്യങ്ങൾ അറിയിച്ചാലോ? ശരിയാണ്. അവർ ആ തീരുമാനത്തിലെത്തി. രാജകുമാരന് കഴിയുമെങ്കിൽ ചിറക് വെച്ച് പറന്നു വന്ന് രാജകുമാരിയെ തടവറയിൽ നിന്ന് രക്ഷിക്കട്ടെ. മൂവരും സുബൈറിനെ അപ്പോൾ തന്നെ ഇവരെ അറിയിച്ചു. ടെലിഫോൺ ബൂത്തിൽ നിന്നും. 2-3 ദിവസമായിട്ട് രചനയെ കാണുന്നില്ല. എന്തെങ്കിലും അസുഖമായിരിക്കുമെന്ന് സുബൈർ കരുതിയുള്ളൂ. പക്ഷേ കൂട്ടുകാരികൾ പറഞ്ഞു കേട്ടപ്പോൾ സുബൈറിനും പരിഭ്രമമായി. അവൻ അനീസ മനസ്സിലേക്ക് വിളിച്ചു. അനീസയാണ് എടുത്തത്. അവൾ രജനിക്ക് കൈമാറി. സുബൈറിന്റെ സ്വരം റിസീവറിൽ കേട്ടപ്പോൾ രജനിക്ക് സന്തോഷവും കരച്ചിലും ഒരുമിച്ചുണ്ടായി. രചന, ഞാൻ നിന്നെ രക്ഷിക്കാം. ഇപ്പോൾ, ഈ നിമിഷത്തിൽ. എന്താ? സുബൈർ ആവേശഭരിതനായി. രചന ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ടേ മറുപടിക്കായി നാവ് ചലിച്ചുള്ളൂ. സുബൈറിക്കായ്ക്ക് എന്നെ രക്ഷിക്കേണ്ടതായി വരും. എന്നാൽ ഇപ്പോൾ വേണ്ട. പിന്നെ ഒരാഴ്ച കൂടി കഴിയട്ടെ. ഉമ്മയുടെ തീരുമാനത്തിന് മാറ്റമുണ്ടോ എന്ന് നോക്കട്ടെ. നിന്റെ ഉമ്മയല്ലേ? എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എന്നാലും അല്പം കൂടി കഴിയട്ടെ. എടുത്തുചാട്ടം അത്രമേൽ ആപൽഘട്ടത്തിൽ മതിയല്ലോ. ഓക്കെ, ഒന്ന് ഓർത്തോളൂ. രക്ഷിക്കാൻ നിന്റെ ഈ സുബൈർ ഏത് നിമിഷവും റെഡി. ഏത് പാതിരാത്രിയിലും റെഡി. മറക്കണ്ട. രജനിക്ക് തുള്ളിച്ചാടാൻ തോന്നി. ആ സംഭാഷണവും കേൾക്കുന്നുണ്ടായിരുന്നു അനീസ. അവൾ മുഖം കുനിച്ചിരുന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. പടനിലത്തെ ഏലിയാസ് ഒരിക്കലും അനീസയെ മരുമകളായി സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പോകുന്നില്ല. അവർ ഒരുമിച്ചാൽ ആസിയയും അവരെ അംഗീകരിക്കില്ല. ഗേറ്റിനുള്ളിൽ കയറാൻ പോലും സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. വഹാബ് ഉത്കണ്ഠയോടെ ചിന്തിച്ചു. ദിവസങ്ങൾ ഇരട്ടി വെളുക്കുന്നത് പതിവില് നേരത്തെ ആണെന്ന് തോന്നി. വെള്ളിയാഴ്ച ഓടി അണയുകയാണ്. ആ കുട്ടികളെ എങ്ങനെ തടയും? എങ്ങനെ രക്ഷിക്കും? ഒന്നിച്ചു ചേർന്നാൽ ഇരുവർക്കും ഒരു ജീവിതം ഉണ്ടാവില്ല. അല്ലലും അലച്ചിലും അറിഞ്ഞിട്ടില്ലാത്തവർ എങ്ങനെ, എവിടെ താമസിക്കും? എങ്ങനെ ജീവിക്കും? ഇല്ല, ജീവിതമുണ്ടാകില്ല. പകരം ഏതെങ്കിലും വില കുറഞ്ഞ ലോഡ്ജ് മുറിയിൽ, അല്ലെങ്കിൽ കുറ്റിക്കാട്ടിൽ, അതുമല്ലെങ്കിൽ ആറ്റിലോ കടലിലോ കെട്ടിപ്പുണർന്ന നിലയിൽ 2 മൃതശരീരങ്ങൾ. ഉറക്കത്തിൽ ആ മൃതശരീരങ്ങൾ കണ്ട് വഹാബ് ഞെട്ടി ഉണർന്ന് പലപ്പോഴും ബോബിയെ കാര്യങ്ങൾ പറഞ്ഞ് ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിച്ചാലോ? വഹാബ് കോളേജ് ഗേറ്റിങ്കിൽ കാത്തുനിന്നു. ബോബിയെ കണ്ട് അവന്റെ തീരുമാനത്തെയും ഭാവി പരിപാടികളെയും വിശകലന ബുദ്ധിയോടെ ചോദ്യം ചെയ്തു. ഇപ്പോൾ തന്നെ കാര്യങ്ങൾ ഗുരുതരാവസ്ഥയിലാണ്. പടനിലത്തെ ഏലിയാസ്
അവന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു. 10 പൈസ പോലും ഇപ്പോൾ ബാങ്കിൽ നിന്ന് അവൻ എടുക്കാനില്ല. എൻ്റെ ആഭരണങ്ങളായിട്ട് 10-15 പവനുണ്ട്. തൽക്കാലം അത് മതി സാർ. 1-2 മാസം കഴിയുമ്പോൾ പപ്പ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്, ബോബി പറഞ്ഞു. എന്താണ് പയ്യൻ പറയുന്നത്? എത്ര ബാലിഷമായിട്ടാണ് ചിന്തകൾ. തിരിച്ചു വിളിക്കുന്നത് വരെയുള്ള 2 മാസം നിങ്ങൾ എങ്ങനെ കഴിച്ചു കൂട്ടും? ഞങ്ങൾ സാറിന്റെ വീട്ടിലേക്ക് വരും, അവിടെ താമസിക്കും. കൂസാത്ത മറുപടി. വഹാബ് ഞെട്ടിത്തെറിച്ചുപോയി. ബോബിയും അനീസയും തൻ്റെ വീട്ടിൽ താമസിക്കുക? ആസി തൻ്റെ തല വെട്ടുകയില്ലെന്ന് എന്താ ഉറപ്പ്? എൻ്റെ വീട്ടിൽ പറ്റില്ല ബോബി, അത് ശരിയാകില്ല, വഹാബ് തുറന്നു പറഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും സാർ? ബോബിയുടെ മുഖത്ത് ദയനീയത. അതാലോചിക്കണം. 10-15 പവന്റെ ആഭരണങ്ങൾ കൊണ്ട് നിങ്ങൾക്കൊരു ജീവിതം ഉണ്ടാക്കാനാവില്ല ബോബി. ബോബി ഒറ്റയ്ക്കല്ല, ഒപ്പം ഒരു പെൺകുട്ടിയുടെ ജീവനും ജീവിതവും ഉണ്ട്, അത് മറക്കരുത്. ബോബിയുടെ മുഖം വാടി, ഉത്സാഹം കെട്ടു. ഒരക്ഷരം മറുപടി പറയാതെ അവൻ നടക്കുന്നത് കണ്ടപ്പോൾ വഹാബിന് സഹതാപം തോന്നി. പാവം കുട്ടി, ലോകമെന്തെന്നറിയാതെ സ്നേഹിക്കാൻ മാത്രം കൊതിക്കുന്ന പയ്യൻ. വെള്ളിയാഴ്ച ബോബി ഗേറ്റിങ്ങിലെത്തും. അനീസ പോകാൻ റെഡിയായിട്ടിരുന്നു. രാവിലെ രജനിക്ക് പോലും അറിയില്ല അനീസയുടെ ആ തീരുമാനം. ആസ്യ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞിട്ടേ ബോബി എത്തുകയുള്ളൂ. ജലാലിൻ്റെ ഉമ്മയിട്ട വള ഊരി വെക്കണം. തൻ്റെ ഉമ്മയുടെ കരണത്തടിക്കുന്നതിന് തുല്യമാണിത്, അറിയാം. എന്നാലും ചെയ്യാതിരിക്കാൻ വയ്യ. ബോബിയെ അത്രയ്ക്ക് സ്നേഹിച്ചു പോയി. 9:30. ആസ്യ ഇറങ്ങാനൊരുങ്ങുകയാണ്. അപ്പോഴാണ് ഫോൺ ബെൽ. ആസ്യ തന്നെ എടുത്തു റിസീവർ. പടനിലത്ത് ഏലിയാസ് ആണ് ബീവി. എൻ്റെ മകൻ ഇന്ന് നിങ്ങളുടെ ഗേറ്റിങ്കിൽ എത്താൻ ഒരു സാധ്യതയില്ലെന്ന് മകളോട് പറഞ്ഞേക്ക്. എന്താണ് ഈ പറയുന്നത്? ആസ്യ ബീവിക്ക് ദേഷ്യം വന്നു, അമ്പരപ്പും. മകളെ പരിശോധിക്ക് ബീവി, അവൾ എൻ്റെ മോൻ്റെ കൂടെ ഇറങ്ങിപ്പോരാൻ റെഡിയായിട്ടിരിക്കുകയല്ലേന്ന്. നിങ്ങൾ അതിര് കടക്കുന്നു മിസ്റ്റർ ഏലിയാസ്. ആസ്യയ്ക്ക് ദേഷ്യം വന്നു. നിങ്ങൾ പരിശോധിച്ച് നോക്ക് ബീവി മകളെ, എന്നിട്ട് സത്യമല്ലെങ്കിൽ ദാ എൻ്റെ ഈ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചാൽ മതി. നമ്പർ പറഞ്ഞിട്ട് ഏലിയാസ് ഫോൺ വെച്ചു. ആസ്യ ബേബി റിസീവർ വെച്ചിട്ട് തിരിഞ്ഞ് അനീസയെ നോക്കി. മുറുകിയ മുഖത്തോടെ, ചുളിഞ്ഞ നെറ്റിയോടെ. ഫോൺ സന്ദേശം എന്തായിരുന്നെന്ന് അനീസ കേട്ടില്ല. എങ്കിലും എന്തോ അപകടം പിടിച്ച ഒന്നാണെന്ന് ഉമ്മയുടെ മുഖത്തു നിന്നവൾ അറിഞ്ഞു. ഭീതിയോടെ അവൾ നിന്നു. ആസ്യ ബേബി മേശമേലെടുത്ത ബാഗ് ശ്രദ്ധിച്ചു. അനീസയുടെ കോളേജ് ബാഗ്. ആ ബാഗ് വീർത്തിരിക്കുന്നു. ആസ്യ അതിൻ്റെ സിബ് തുറന്നു. അതിൽ 3-4 ജോഡി ഡ്രസ്സുകൾ, അനീസയുടെ സർട്ടിഫിക്കറ്റുകൾ. അപ്പോൾ നീ അവൻ്റെ കൂടെ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേടി? ഫയന്ന് വിറച്ചുപോയി അനീസ. റബ്ബേ, ആരാണിതിപ്പോൾ വിളിച്ചു പറഞ്ഞ മഹാദ്രോഹി? അനീസ വിയർത്തുപോയി. നിന്റെ നാക്കിറങ്ങിപ്പോയോടി. ആസ്യ അവളെ കഴുത്തിന് പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. ഭ്രാന്തമായൊരാവേശത്തോടെ, പറയടി, നീ അവൻ്റെ കൂടെ പോകാൻ തീരുമാനിച്ചോന്നു? ആ, വല്ല വിധേനയും ഒരു കുഞ്ഞു ശബ്ദം അനീസ തൊണ്ടയിൽ നിന്ന് ഇറക്കി വിട്ടു. ഞെട്ടലിൽ ആസ്യയുടെ കൈ വിട്ടുപോയി. അനീസ കിതച്ചു, കഴുത്തിൽ തിരുമ്മി. വിറങ്ങലിച്ച് നിൽക്കുകയാണ് രചന. ഒറ്റ നിമിഷം ആസ്യ അനീസയെ തുറിച്ചു നോക്കി നിന്നു. ആ മുഖം ചെമ്പരത്തി പൂവായി, മിഴികളിൽ തീയാളി. എങ്കിൽ പോടി, പൊയ്ക്കോടി. ആസ്യ അനീസയെ പിടിച്ചു മുമ്പോട്ട് തള്ളി. ഏതവൻ്റെ എങ്കിലും കൂടെ ഇറങ്ങിപ്പോടി. ആസ്യ അവളെ ഉന്തി തള്ളി മുറ്റത്താക്കി. ആകെ ഭയന്ന അനീസ എന്ത് ചെയ്യണം എന്ത് പറയണമെന്നറിയാതെ തളർന്നുപോയി. എന്താടി നിൽക്കുന്നത്? പോകാൻ പറഞ്ഞില്ലേടി? ആസ്യ മുറ്റത്തേക്ക് ചാടി ഇറങ്ങി. അനീസയെ പിടിച്ചു വലിച്ച് ബലമായി ഗേറ്റിന് വെളിയിൽ തള്ളി. അവൾ ഒരുക്കി വെച്ചിരുന്ന ബാഗ് അവൾക്ക് മുൻപിലേക്ക് വലിച്ചെറിഞ്ഞു. പൊയ്ക്കോ, ഇനി നീ ഈ വീട്ടിലേക്ക് തിരിച്ചു വരണ്ട. ഇങ്ങനെ ഒരു മകൾ ആസ്യക്കിനി വേണ്ട. ഇങ്ങനെ ഒരുവൾ ജനിച്ചിട്ടുമില്ല. ഉറക്കെയാണ് പ്രഖ്യാപനം. എന്നിട്ട് ആസ്യ ആ ഗേറ്റ് ശക്തമായി വലിച്ചടച്ചു. ഓടാമ്പലിട്ട് പൂട്ടി. ഉമ്മ, ഉമ്മ. ഗേറ്റിങ്കൽ പിടിച്ചു നിന്ന് അനീസ വിളിച്ചു. ഉമ്മയെ അനിയത്തിയെയും ആ വീടിനെ ഉപേക്ഷിച്ചു പോകാൻ തയ്യാറായി നിന്നവളാണ് അനീസ. തയ്യാറായി എങ്കിലും ഒട്ടും ഇഷ്ടമല്ല അവൾക്കതിന്. അനിയത്തിയോ ഉമ്മയോ ഇന്ന് വരെ പിരിഞ്ഞിരുന്നിട്ടില്ല. ആദ്യമായി അവരെ പിരിയുന്നതോർത്തുള്ള അങ്കലാപ്പിലായിരുന്നു അവൾ ദിവസങ്ങളായിട്ട്. എന്നാലിതാ ഉമ്മ അവളെ പിടിച്ചിറക്കി വിട്ടിരിക്കുന്നു, വെറുപ്പോടെ, അത്യന്തം ദേഷ്യത്തോടെ. അതവൾക്ക് സഹിക്കാവുന്നതിലപ്പുറത്താണ്. അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഉമ്മ! അനീസ പൊട്ടിക്കരഞ്ഞു, ജീവച്ചവും പോലെ. രചന വരാന്തയിലേക്ക് വന്നു. ആ മിഴികൾ തുറന്നു തന്നെയിരുന്നു. രചന, ഈ ഗേറ്റ് തുറക്കടി, ഗേറ്റ് തുറക്ക് രചന, അനീസ വിളിച്ചു. രചന വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ ഭാവിക്കുകയായിരുന്നു. എടി, ആസ്യയുടെ ഗർജന. രചന ഞെട്ടി നിന്നു. കേറിപ്പോടിയകത്ത്,
ആസ്യ അകത്തേക്ക് കൈ ചൂണ്ടിക്കാട്ടി. രചന ഭയന്നു. ഗേറ്റിങ്കിലേക്ക് സങ്കടത്തോടെ തിരിഞ്ഞു നോക്കി രചന കയറിപ്പോയി. ആസ്യ കത്തുന്ന ഭാവത്തിൽ ഗേറ്റിങ്കിലേക്ക് നോക്കി. ഉമ്മ, ഗേറ്റ് തുറക്ക്, ഞാൻ എങ്ങും പോകുന്നില്ല, എനിക്ക് എങ്ങും പോകണ്ട ഉമ്മ, എനിക്ക് അകത്തേക്ക് വരണം, തുറക്കുമ്മ. അനീസ നിലവിളിച്ചു. ഗേറ്റിങ്കൽ ചാരി നിന്നവൾ തലയിട്ട് ഉരുട്ടി. ആസ്യ ഗേറ്റ് തുറന്നില്ല. അവർ പാഞ്ഞകത്തേക്ക് കയറി. എന്നിട്ട് മുൻവാതിലും തട്ടി അടച്ചു. വഴിയിലൂടെ കടന്നു പോകുന്നവർ അനീസയുടെ നിൽപ്പും കരച്ചിലും കണ്ടു. എന്താ മോളെ ഇത്? എന്തിനാണ് കുട്ടി കരയുന്നത്? ചിലർ ചോദിച്ചു. അനീസ കരഞ്ഞതല്ലാതെ മറുപടി പറഞ്ഞില്ല. ആ സ്ത്രീ ആളൊരു പിശാച് തന്നെ. ഈ കുഞ്ഞുങ്ങളായിട്ടാ അവരുടെ കൂടെ കഴിയണേ. വല്ലാത്തൊരു സാധനം തന്നെയത്. വന്നവര് പരസ്പരം പറഞ്ഞു നടന്നു നീങ്ങി. ആസിയെ ഭയന്നിട്ട് തന്നെ കുറേ സമയം കൂടി അനീസ അങ്ങനെ തന്നെ നിന്ന് കരഞ്ഞു. ആ വാതിൽ തുറക്കുകയോ ഗേറ്റ് തുറക്കപ്പെടുകയോ ചെയ്തില്ല. കരയുന്ന മിഴികൾ തുടച്ച് എങ്ങോട്ടെന്നറിയാതെ അനീസ നീങ്ങി. ബോബിയെ കാണുന്നില്ല. അവൻ പറഞ്ഞ സമയം കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്താണ് വഴി? എങ്ങോട്ടാണ് പോവുക? ബോബിയോടൊപ്പം മാത്രമേ ഇനി കഴിയാനാകൂ. അടച്ച ഗേറ്റ് തനിക്ക് വേണ്ടി ഇനി ഉമ്മ തുറക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ഇതിൽ ഭേദം ഭയന്നിരുന്നത് പോലെ തന്നെ കൊല്ലാമായിരുന്നു. ബോബി എപ്പോഴാണ് വരിക? മെല്ലെ നീങ്ങുന്ന അനീസ നിന്നുപോയി. മുൻപിൽ വഹാബ്. സാർ! അനീസ ഹൃദയം പിളർന്നാൽ എന്ന വണ്ണം കരഞ്ഞുപോയി. എല്ലാം ഞാൻ കണ്ടു മോളെ, വഹാബ് പറഞ്ഞു. പക്ഷേ ഒന്നും ചെയ്യാനാവില്ലല്ലോ സാർ. ഞാൻ നിന്റെ ഉമ്മ അറിഞ്ഞാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് മുമ്പേ അറിയാമായിരുന്നില്ലേ അനീസ? അനീസ കണ്ണീർ പാട വീഴ്ത്തിയ മിഴികളാൽ നോക്കി. ഞാൻ മുന്നറിയിപ്പും തന്നിരുന്നു. ആലോചിക്കാൻ പറഞ്ഞതും സമയം തന്നതും പ്രോത്സാഹിപ്പിക്കാനായിരുന്നില്ല, തടയാൻ വേണ്ടിയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ശരിയായി ആലോചിക്കാതെ തന്നെ എടുത്ത് ചാടിയിരിക്കുന്നു അല്ലേ? വഹാബ് ചോദിച്ചു. സാർ, ബോബിയെ കണ്ടില്ലല്ലോ. വേപത് കൊണ്ട് അനീസ 4 പാട് നോക്കുകയാണ്. അവൾക്കതാണ് വെപ്രാളം. അവൻ വരും മോളെ. വന്നാൽ തന്നെയും ഒപ്പം പോകുന്ന കാര്യം ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയെന്നാണ് എനിക്ക് പറയാനുള്ളത്. അനീസയ്ക്ക് വീണ്ടും ഭീതിയായി. പോകാതിരുന്നാൽ ഞാൻ പിന്നെ എങ്ങോട്ടാ സാർ പോവുക? ഉമ്മ എന്നെ തിരിച്ചു കേറ്റില്ല തീർച്ച. വഹാബ് ആ സത്യത്തിന് മുമ്പിൽ വായ പിളർന്നപടി നിന്നു. ബോബിയുടെ കൂടെ പോയില്ലെങ്കിൽ പിന്നെ അനീസ എങ്ങോട്ടാണ് പോവുക? അവൻ്റെ കൂടെ പോയില്ലെങ്കിലും പോയാലും കുഴപ്പം. ആ നിലയിലായിരിക്കുന്നു കാര്യങ്ങളുടെ കിടപ്പ്. വഹാബ് പോലും തളർന്നു പോയി. തൻ്റെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കടിഞ്ഞാൻ വിട്ടു പോയിരിക്കുന്നു. ഇനി സാർ, ബോബിയെ കാണുന്നില്ലല്ലോ. അനീസ കൂടുതൽ പരിഭ്രാന്തയാവുകയാണ്. കുട്ടി കണ്ണും മുഖവും തുടയ്ക്കൂ. വഴിയിൽ നിന്നിങ്ങനെ കരയുന്നതും പ്രശ്നമാകും സാർ. അനീസയ്ക്ക് വീണ്ടും പൊട്ടിക്കരയാനേ കഴിഞ്ഞുള്ളൂ. കുട്ടി നടന്നോളൂ. ബോബി എന്താണ് വരാത്തതെന്ന് നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ പറഞ്ഞ് വഹാബ് നടന്നു. കണ്ണീർ തുടച്ചും കരച്ചിലടക്കിയും അനീസ അയാളെ പിന്തുടർന്നു. ഇനി അനീസയ്ക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടതോ ഭാവി നിശ്ചയിക്കേണ്ടതോ അയാൾ മാത്രമാണെന്ന് അവൾ കരുതുന്നുണ്ടോ? ഇരുവരും കവലയിലെത്തി. അനീസ ബസ് സ്റ്റോപ്പിൽ നിന്നു. കവലയ്ക്കപ്പുറത്തെ ടെലിഫോൺ ബൂത്തിലേക്ക് വഹാബ് കയറി. അവിടെ നിന്ന് ബോബിയുടെ പടനിലത്തെ വീട്ടിലേക്ക് വിളിച്ചു. ബോബിയുടെ മൊബൈൽ ഫോണിന്റെ നമ്പറിൽ തന്നെ. ബെല്ലടിക്കുന്നതല്ലാതെ ആരും അത് അറ്റൻഡ് ചെയ്യുന്നില്ല. 2-3 തവണ വിളിച്ചു. ആ ഫോൺ എപ്പോഴും ബോബിയുടെ കൈവശം തന്നെ ഉള്ളതാണ്. അത് പോക്കറ്റിലിട്ടേ അവൻ ക്ലാസ്സിൽ പോലും ഇരിക്കും. എന്നിട്ടിപ്പോൾ ആ ഫോൺ വെച്ചിട്ട് അവൻ എവിടെ പോയി? ഇങ്ങോട്ട് പോന്നിരിക്കുമോ? ആസ്യ ഓഫീസിലേക്ക് പോന്നു കഴിഞ്ഞു എന്ന് കരുതി അനീസയെ കൂട്ടാൻ പോന്നിട്ടുണ്ടാകുമോ? അതിനാണ് സാധ്യതയെങ്കിൽ പിന്നെ ഫോൺ വെച്ചിട്ട് പോകുന്നത് എന്ത്? ഓ, വീട് വിട്ടിറങ്ങുന്നതിന് പിന്നെ അതെന്തിനെന്ന് കരുതിയിരിക്കുമോ അവൻ? വഹാബ് ബൂത്തിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിൽ വന്നു. അനീസയോട് വിവരം പറഞ്ഞു. അവളുടെ മുഖം തെളിഞ്ഞു. സമാധാനത്തോടെ നിന്നു. എങ്ങോട്ട് പോകണം എന്ന വഴി തെളിഞ്ഞല്ലോ. ബോബി വന്നിട്ട് വിവരങ്ങൾ പറയുകയും അവൻ്റെ പ്ലാനും പദ്ധതികളും അറിയുകയും ചെയ്തിട്ട് പോകാമെന്ന തീരുമാനത്തോടെ ബസ് സ്റ്റോപ്പിന്റെ അങ്ങേയറ്റത്തേക്ക് നീങ്ങി വഹാബ് നിന്നു. 1/2 മണിക്കൂർ കഴിഞ്ഞു. ബൈക്കിലോ ടാക്സിയിലോ ഓട്ടോറിക്ഷയിലോ ബസ്സിലോ ആയാലും 20 മിനിറ്റിൽ കൂടുതൽ ആവശ്യമില്ല പടനിലത്ത് നിന്ന് ഇവിടെ വരെ എത്താൻ. 1/2 മണിക്കൂറായിട്ടും കാണാതെ വന്നപ്പോൾ വഹാബ് അസ്വസ്ഥനായി. അനീസയ്ക്ക് ഉത്കണ്ഠയും പരിഭ്രമവും പെരുകി. 1 മണിക്കൂറായിട്ടും ബോബിയെ കണ്ടില്ല. വഹാബ് വീണ്ടും ടെലിഫോൺ ബൂത്തിലെത്തി. വീണ്ടും മൊബൈൽ ഫോണിന്റെ നമ്പറിൽ വിളിച്ചു. ഒരു മറുപടിയില്ല. വഹാബ് ഒരു നിമിഷം ചിന്തിച്ചു നിന്നു. പിന്നെ ബോബിയുടെ വീട്ടിലെ ഫോൺ നമ്പർ വിളിച്ചു. സമയം 12 ആകാൻ പോകുന്നു. ഈ സമയത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വീട്ടിലുണ്ടാകില്ല. ഒരു പക്ഷേ ബോബിയുടെ മമ്മി എടുത്താലും എന്തെങ്കിലും ചോദിച്ച് രക്ഷപ്പെടാം. ബോബിയാണ് എടുക്കുന്നതെങ്കിലോ? മറുവശത്ത് ബെല്ലടിക്കുന്നു. ആരും എടുത്തില്ല. വഹാബ് അതേ നമ്പറിൽ റിപ്പീറ്റ് ചെയ്തു.
ബെല്ലടി തീരാറായപ്പോഴാണ് ആരോ എടുത്തത്. വഹാബിന്റെ വീർപ്പുമുട്ടൽ തീർന്നു. ആരും എടുത്തില്ലെങ്കിൽ ഇനി എന്താ വഴിയെന്ന് ചിന്തിച്ചു തുടങ്ങിയിരുന്നു അയാൾ. ഹലോ. മറുവശത്തൊരു സ്ത്രീ സ്വരം. ബോബിയുടെ മമ്മിയാവും. ചോദിച്ചു. ബോബിയുടെ മമ്മിയല്ലേ? അല്ല. പിന്നെ ആരാണ്? ആരാണെന്നോ? നിങ്ങളാരാ? ഞാനോ? ഞാൻ ബോബിയുടെ സാറാണ്. വഹാബ് പെട്ടെന്ന് തോന്നിയ ബുദ്ധിയോടെ പറഞ്ഞു. സാറാണോ? തെല്ല് ഭവ്യത കലർന്ന സ്വരം കേട്ടു. അതെ, ഞാൻ ഇവിടുത്തെ വേലക്കാരിയാ. ഓഹോ, ബോബി സ്ഥലത്തുണ്ടോ? ഇല്ല. എങ്കിൽ ബോബിയുടെ മമ്മി ഒന്ന് വിളിച്ചു തരൂ. മമ്മി ഇവിടെ ഇല്ല. എല്ലാരും എയർപോർട്ടിൽ പോയിരിക്കുക. എയർപോർട്ടിലോ? അതേന്ന്. ബോബിയും പോയോ? പിന്നെ ബോബി മോൻ പോകണ്ടായോ? മോനെ യാത്രയാക്കാൻ പോയതല്ലേ കൊച്ചമ്മയും സാറും. യാത്രയാക്കാനോ? ബോബി എവിടെ പോകുന്നു? ഉദ്വേഗത്തോടെ വഹാബ് ചോദിച്ചു. കാനഡയില്. അവിടെയുള്ള ബോബി മോന്റെ അച്ചാച്ചനും കുടുംബവും. ഉച്ചയ്ക്ക് 12-നുള്ള വിമാനത്തിൽ പോകും. എന്താ വിശേഷം കാനഡയില്? വിശേഷമല്ല സാറേ, മോൻ പഠിക്കാൻ പോവുക. ഇവിടെ പഠിച്ചിട്ട് ശരിയാകുന്നില്ലെന്നാ സാറ് പറയുന്നേ. മോന് പോകാൻ ഇഷ്ടമില്ലായിരുന്നു സാറേ. എല്ലാം ഏർപ്പാടാക്കിയിട്ട് പറഞ്ഞാൽ പിന്നെ കുഞ്ഞിന് പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞ് 4-5 വർഷം കഴിഞ്ഞേ വരൂന്നാ സാറ് പറയുന്ന കേട്ടത്. ആ കുഞ്ഞു പോയതോടെ ഈ വീടിറങ്ങി. സ്തബ്ധനായി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് വഹാബ്. അല്ല, സാറ് വിളിച്ച് എന്തിനാണെന്ന് പറഞ്ഞില്ലല്ലോ സാറേ. കൊച്ചമ്മ വരുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം. ഒരക്ഷരവും മിണ്ടാതെ വഹാബ് റിസീവർ വെച്ചു. അയാൾ ആകെ വിയർത്തു പോയിരുന്നു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കിയിരിക്കുന്നു. മകനെ ഒരു അന്യജാതി പെണ്ണിന് കൊടുക്കാതെ നാട് കടത്തിയിരിക്കുന്നു. എതിർക്കാനാവാതെ മകൻ അനുസരിച്ചിരിക്കുന്നു. ബോബി സുരക്ഷിതൻ. അനീസയോ? തിരിച്ചിറങ്ങി വന്ന അയാളെ കാത്ത് ബസ് സ്റ്റോപ്പിൽ ആകെ തകർന്ന് നിൽക്കുകയാണ് അനീസ. അങ്ങോട്ട് നടക്കുമ്പോൾ ആ കുട്ടിയോട് എന്ത് പറയണമെന്നോ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നോ ഒരു രൂപം ഉണ്ടായിരുന്നില്ല വഹാബിന്. സാർ. അനീസ ഓടി അടുത്തെത്തി. ബോബിയെ കിട്ടിയോ? ബോബിയെ കിട്ടിയില്ല അനീസ. വഹാബ് അവളോട് പറയാൻ ഒരു കള്ളം മനസ്സിൽ മെനയാൻ ശ്രമിച്ചു. കിട്ടിയത് വേലക്കാരിയാ, അതുകൊണ്ടൊരു സത്യം അറിഞ്ഞു. അനീസ ശ്വാസം പിടിച്ചു നിന്നു. ബോബി വീട്ടിലുണ്ട്. പപ്പയും മമ്മിയും എങ്ങനെയോ വിവരം അറിഞ്ഞിരിക്കുന്നു. അവരവനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വഹാബ് ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അപ്പോഴിനി ഞാൻ? അനീസയുടെ സ്വരം വിറയാർന്നു. എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം എന്നാണ് അവളുടെ ചോദ്യമെന്ന് വഹാബ് പറഞ്ഞു. ഇത് തന്നെയാണ് അയാൾ സ്വയം ചോദിക്കുന്നതും. ഒരു തരത്തിലും ഇക്കാര്യത്തിൽ തനിക്ക് സഹായിക്കാനാവില്ലല്ലോ എന്നാണ് അയാളുടെ സങ്കടവും. സാർ, ബോബിയോട് എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ വീട്ടിൽ നിന്ന് പോകുന്ന വിവരം ബോബിക്കറിയില്ല. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്നൊന്ന് ചോദിക്കാൻ എനിക്കൊന്ന് സംസാരിക്കണം സാർ. വഹാബ് ആകെ കുഴങ്ങി. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്നാലോ സാർ, ബോബിയുടെ വീട്ടിലേക്ക്? റബ്ബേ, വഹാബ് ഭയന്നു. അവിടെ ചെന്നാ നടുക്കുന്ന സത്യം ഈ കുട്ടി അറിഞ്ഞാൽ? വഹാബ് വിലക്കി. കുട്ടി ഇപ്പോൾ പോകണ്ട, അത് ശരിയാവില്ല. അവൻ്റെ പേരൻസ് കുട്ടിയെ കണ്ടാൽ പ്രശ്നം ഉണ്ടാക്കും. അനീസ തളർന്നു തൂകുകയാണ്. അവൻ വരും. എന്തെങ്കിലും പഴുത് കിട്ടിയാൽ അതുവരെ കുട്ടി വീട്ടിൽ തന്നെ കഴിയുന്നതാണ് നല്ലത്. തിരികെ പൊയ്ക്കോളൂ. അനീസയിൽ ഭീതി പരന്നു. തൽക്കാല ദേഷ്യത്തിന് ഇറക്കി വിട്ടു, ശരി തന്നെ. എന്നാലും പെറ്റുമ്മയല്ലേ. തെറ്റേറ്റു പറഞ്ഞ് കാലിൽ വീണാൽ മാപ്പ് തരാതിരിക്കുമോ കുട്ടിയുടെ ഉമ്മ? ഇനി എനിക്ക് ആ പ്രതീക്ഷയില്ല സാർ, അനീസ പറഞ്ഞു. ഉമ്മ ഇനി എന്നെ തിരിച്ച് സ്വീകരിക്കില്ല, ഉറപ്പാണ്. അല്ലാതെ അനീസ എങ്ങോട്ട് പോകും? അത് പറയൂ. ബാപ്പയുടെ അടുത്തേക്ക്. അനീസയുടെ ശബ്ദം താഴ്ന്നു. വഹാബ് അമ്പരപ്പോടെ നോക്കി. അത് ശരിയാകുമോ അനീസ? എന്താ ശരിയാകാതെ വരാൻ? ഉമ്മയുമായി പ്രശ്നമുണ്ട് എന്ന് കരുതി അതെന്റെ ബാപ്പയല്ലാതാകുമോ? എനിക്കവിടെ 1-2 ദിവസം തങ്ങാൻ ഇടം കിട്ടാതിരിക്കുമോ? ബോബി വരുന്നത് വരെ ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അനീസയുടെ ദൃഢസ്വരം. ശരി, വീട് പറഞ്ഞു തരൂ. ഞാൻ കുട്ടിയെ അവിടെ കൊണ്ടുപോയി ഇടാം. അവളെ തനിയെ വഴിയിൽ വിട്ടിട്ട് പോകാൻ വഹാബിന് വിശ്വാസം പോരാ. വഹാബ് ഓട്ടോറിക്ഷ പിടിച്ചു. അനീസയെ കയറ്റി. അയാളും കയറി വണ്ടി വിട്ടു. അനീസ പറഞ്ഞ സ്ഥലത്ത് വണ്ടി നിർത്തി. ബാപ്പയുടെ തറവാടിന്റെ മുൻപിലെ ഇടവഴി. അനീസ യാത്ര പറഞ്ഞു. വഹാബ് നോക്കി നിന്നു. അനീസ വരാന്തയിലേക്ക് കയറുന്നു. കുറേ പേര് അമ്പരപ്പിൽ അവളുടെ അരികിലേക്ക് വരുന്നു. ഒരു പുരുഷൻ അവളെ കെട്ടിപ്പിടിക്കുന്നു. അതായിരിക്കും അവളുടെ ബാപ്പ. വഹാബ് മടങ്ങി. ഓഫീസിലേക്കല്ല, താമസ സ്ഥലത്തേക്ക് തന്നെ. ഗേറ്റിന് മുമ്പിൽ ഓട്ടോറിക്ഷ നിന്നു. ഇറങ്ങി. ഓട്ടോ കൂലി കൊടുക്കാൻ പോക്കറ്റിൽ കൈയിടുമ്പോഴേക്കും ഒരു ജ്വാലയെ ആസിയ ബേബി മുൻപിലെത്തി. എൻ്റെ മോളെവിടെ? വിജംബിച്ച സ്വരത്തിലാണ് ചോദ്യം. അവളെ അവൻ്റെ കൂടെ നിങ്ങൾ പറഞ്ഞു വിട്ടു അല്ലേ? അവൻ്റെ കൂടെ അല്ല, അവളുടെ ബാപ്പയുടെ കൂടെ.
വഹാബ് പറഞ്ഞു. ഇടി വെട്ടിയ ഭാവത്തിൽ ആസ്യ തറഞ്ഞു നിന്നുപോയി. അടുത്ത നിമിഷം ദ്രോഹി! ആക്രോശത്തോടെ അവൾ അയാളുടെ ഷർട്ടിന്മേൽ കടന്നു പിടിച്ചു. ഓട്ടോറിക്ഷ ഡ്രൈവർ അന്താളിപ്പോടെ നിന്നു. വഹാബും വിളറിപ്പോയി. ആസ്യ അതൊന്നും ശ്രദ്ധിച്ചില്ല. അവർ പുലമ്പി, ദ്രോഹി! ആര് പറഞ്ഞു എന്റെ മോളെ അയാളുടെ മുൻപ് കൊണ്ടെറിയാൻ? ആര് പറഞ്ഞെന്ന്? എന്ത് അവകാശത്തിന്റെ പേരിലാണ് നിങ്ങൾ എന്റെ മോളുടെ രക്ഷകനായത്? എന്തിനു വേണ്ടി നിങ്ങൾ അവളെ അവരുടെ വീട്ടിൽ കൊണ്ടാക്കി? നിങ്ങൾ എന്ത് നേടി? അതിൽ ഭേദം നിങ്ങൾ അവളെ ഏതെങ്കിലും കയത്തിൽ കെട്ടിത്താക്കുകയായിരുന്നു മനുഷ്യ. ഉറക്കെ പുലമ്പുകയാണവർ. മാഡം, അനീസ സ്വയം പോയതാണ് അങ്ങോട്ട്. വഹാബ് തെല്ല് കടുപ്പിച്ചു പറഞ്ഞു. ഞാൻ പറഞ്ഞു വിട്ടതല്ല. ആസ്യ വഹാബിന്റെ ഷർട്ട്. അതെ, മാഡം ആ കുട്ടിയെ ഇറക്കി വിട്ടു. അവളെ കൊണ്ടുപോകാൻ ആ ചെക്കൻ വന്നില്ല. എങ്ങോട്ടും പോകാനില്ലാതെ ആ കുട്ടി കവലയിലെ ബസ് സ്റ്റോപ്പിൽ ഉച്ചവരെ നിന്നു. എന്നിട്ട് തല ചായ്ക്കാനും സുരക്ഷിതത്വത്തിനും പറ്റിയൊരിടം കണ്ടെത്തി. ആസ്യ മുഖം തിരിച്ചുപോയി. വേറെങ്ങുമല്ലല്ലോ, സ്വന്തം തറവാട്ടിലേക്കല്ലേ, സ്വന്തം ബാപ്പയുടെ അടുത്തേക്കല്ലേ? വഹാബിന്റെ ചോദ്യത്തിൽ പരിഹാസ ചുവയുണ്ടായിരുന്നു. സ്വന്തം തറവാട് പോലും, സ്വന്തം ബാപ്പ പോലും. ആര് പറഞ്ഞു അതാണ് അവളുടെ തറവാടെന്നും? ആര് പറഞ്ഞു അയാളാണ് അവളുടെ ബാപ്പയെന്നും? ആസ്യ പൊട്ടിത്തെറിക്കുകയാണ്. മാഡം, എന്താണ് ഈ പറയുന്നത്? വഹാബ് അന്താളിച്ചു നിന്നു. അനീസയുടെ ബാപ്പ. ഹേയ്, എനിക്ക് പണം തരൂ, എന്നിട്ട് വഴക്ക് തുടർന്നാൽ മതി. ഓട്ടോറിക്ഷ ഡ്രൈവർ ക്ഷമ കെട്ടു പറഞ്ഞു. വഹാബ് അയാൾക്ക് പണം കൊടുത്തു വിട്ടു. എന്താണ് മാഡം ആ കുട്ടിയുടെ ബാപ്പ? വഹാബ് നിർത്തി. ആസ്യ ഞെട്ടി. വഹാബിനെ അവർ തുറച്ചു നോക്കി. എന്താണ് ആ കുട്ടിയുടെ ബാപ്പയ്ക്ക്? നിങ്ങൾക്കതൊക്കെ അറിഞ്ഞിട്ട് എന്ത് വേണം? ആസ്യ വീണ്ടും വഹാബിനോടടുത്തു. മാഡം, നിങ്ങൾ ഇമോഷണൽ ആകുന്നത് ഈ വഴിയിൽ വെച്ചാണ്. വഴിയാത്രക്കാർ ശ്രദ്ധിക്കുന്നു. ദയവായി നിങ്ങൾ അകത്തേക്ക് പോകൂ. സമാധാനമായിട്ടൊന്ന് ചിന്തിച്ചിട്ട് കാര്യങ്ങളെ നേരിടാൻ നോക്കൂ. ഓ, ഉപദേശത്തിന് നന്ദി, പുച്ഛത്തോടെ പറഞ്ഞ് ആസ്യ ഗേറ്റിനടുത്തേക്ക് നീങ്ങി. നിങ്ങളുടെ ഒരു വാക്കിലാണ് ആ കുട്ടിയുടെ ജീവിതവും ഭാവിയും നിൽക്കുന്നതെന്ന് ഓർമ്മിച്ചാൽ നന്ന്. ഇല്ല. ആസ്യ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഇനി അവളോട് ക്ഷമിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാനൊന്ന് പെടലേക്ക് പിടിച്ച് തള്ളിയപ്പോൾ അവൾ ബാപ്പയെ തേടി പോയിരിക്കുന്നു. ഇനി അവൾക്ക് ബാപ്പ മതി, ഉമ്മയില്ല. ഉമ്മ മയ്യത്തായെന്ന് പറഞ്ഞേക്ക്. അനീസ ബാപ്പയുടെ അടുത്തേക്ക് പോയത് കൂനിന്മേൽ കുരു എന്നതുപോലെ പ്രശ്നത്തിന്മേൽ പ്രശ്നമാക്കാനേ ഉപകരിച്ചുള്ളൂ എന്ന് വഹാബിന് മനസ്സിലായി. ആസ്യ അനീസ മനസ്സിലിന്റെ ഗേറ്റ് കടന്നു മുറ്റത്തെ മണൽ ചവിട്ടി ഞെരിച്ച് സിറ്റൗട്ടിലെത്തി. വാതിൽ കടക്കുമ്പോൾ മുമ്പിൽ രചന. ഉത്കണ്ഠയും സങ്കടവും വീർപ്പും പൊട്ടിക്കുന്ന മുഖം. ഉമ്മ, അവൾ പതിയെ വിളിച്ചു. എന്താടി? ചാടിക്കടിക്കുന്ന ചോദ്യം. രചന ഭയന്നു. എങ്കിലും ചോദിക്കാതെ വയ്യല്ലോ. താത്ത. മിണ്ടരുത്, മിണ്ടിപ്പോകരുത്. അവളുടെ കാര്യം മേലാൽ ഈ വീട്ടിൽ. താത്ത പോലും താത്ത. ആസ്യ കലിതുള്ളി. പോയിരിക്കുന്നു അവൾ പുന്നാര ബാപ്പയുടെ അടുത്തേക്ക്. കേട്ടില്ലേടി പറഞ്ഞത്? നിന്റെ താത്ത അയാളുടെ അടുത്ത് പോയിരിക്കുന്നെന്ന്, ആ പിശാചിന്റെ അടുത്തേക്ക്. രചനയ്ക്ക് അതൊരാശ്വാസം ലഭിക്കുന്ന അറിവായിരുന്നു. അമ്പരപ്പ്. താത്ത ബാപ്പയുടെ അടുത്തേക്ക് പോയിരിക്കുന്നു എന്ന് ഒരുപാട് തവണ താൻ പറഞ്ഞിട്ടുണ്ട്. ബാപ്പയുടെ തറവാട്ടിലേക്ക് പോകാമെന്ന് ഒരിക്കലെങ്കിലും. ഉമ്മ അറിയാതെ തന്നെ പോയിട്ടില്ല. താത്ത സമ്മതിച്ചിട്ടില്ല. ഉമ്മയെ അത്രയേറെ ഭയമായിരുന്നു താത്തയ്ക്ക്. ഇപ്പോൾ ആശ്രയമറ്റപ്പോഴാകാം ബാപ്പയുടെ തറവാട് ഓർമ്മ വന്നത്. അഭയം ആവശ്യം വന്നപ്പോൾ. എന്തായാലും താത്ത അവിടെ സുരക്ഷിതയാണല്ലോ. രചനയ്ക്കും ആശ്വാസമായി. ആസ്യയ്ക്ക് പക്ഷേ പെരുവിരൽ മുതൽ കത്തിപ്പടരുകയായിരുന്നു അവൾ. അവൾ പോയിരിക്കുന്നു അവിടേക്ക് തന്നെ. എല്ലാം അറിയാവുന്നവൾ. എന്നിട്ടും പോയിരിക്കുന്നു. എന്നിട്ടും ആസ്യ ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചില്ല. വൈകുന്നേരമോ രാത്രിയിലോ കഴിച്ചില്ല. മുറികളിലൂടെ വട്ടം ചുറ്റി നടന്നു. ഇടയ്ക്കൊന്ന് കിടക്കും. നിമിഷങ്ങൾ കഴിയുമ്പോൾ ചാടി എണീക്കും. മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. വീണ്ടും കരയും. രാത്രിയിൽ ഉമ്മ ചങ്കു പൊട്ടിയതുപോലെ കരയുന്ന ശബ്ദം രചന കേട്ടു. സമാധാനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും അവളുടെ നാവിൽ നിന്ന് ഉയർന്നില്ല. ഒന്നാമത് ഭയം, രണ്ടാമത് അനീസ ഇറക്കി വിട്ടതിനോട് അവൾക്കും യോജിപ്പില്ല. തല്ലിക്കോട്ടെ, കെട്ടിയിട്ട് തല്ലിക്കോട്ടെ, വേണമെങ്കിൽ പൊള്ളിച്ചോട്ടെ, പക്ഷേ ഇറക്കി വിടണമായിരുന്നോ? താത്തയെ പോലൊരു പെണ്ണ് എങ്ങോട്ടാ പോവുക? ബോബിയുടെ അടുത്തേക്കാവും പോയിരിക്കുകയെന്ന് രജനിക്ക് സംശയിച്ചതാണ്. പക്ഷെ അല്ല, പോയത് ബാപ്പയുടെ അടുത്തേക്ക്. താത്തയുടെ ഭാഗത്ത് എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. ഉമ്മ കരയട്ടെ. ഒരു തരം വാശിയുടെ സുഖത്തോടെ രചന മിണ്ടാതെ കിടന്നു. അങ്ങേ മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കേണ്ടതായി വന്നതിൽ അവൾക്ക് സങ്കടമുണ്ടായി. എന്നും താത്തയോട് ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്നായിരുന്നു ഉറക്കം.
ഒറ്റയ്ക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. ലൈറ്റ് അണയ്ക്കാൻ പോലും ഭയന്നാണ് അവൾ കിടന്നതും. പുലർച്ചെ ആസിയൻ രജനിയെ ഉണർന്നു കിടന്നു. ഇരുവരും എഴുന്നേറ്റില്ല. റേച്ചൽ വന്ന് വിളിച്ചപ്പോൾ രജന വാതിൽ തുറന്നു കൊടുത്തു. അടുക്കളയിൽ കയറി നോക്കിയ റേച്ചൽ അമ്പരന്നു. എന്താ മോളെ, ഇന്നലെ നിങ്ങൾ രണ്ടാളും ആഹാരം കഴിച്ചില്ലേ? രജന മിണ്ടിയില്ല. അനിമോൾ എവിടെയുണ്ട് മോളെ? ബാപ്പയുടെ വീട്ടിൽ. റേച്ചൽ നെഞ്ചത്ത് കൈവച്ചു. കർത്താവേ, ആ കുട്ടി ചേരേണ്ടടുത്ത് ചേർന്നു. രജനയുടെ അടുത്തേക്ക് മുഖം കുനിച്ച് റേച്ചൽ ചോദിച്ചു. മോളുടെ ഉമ്മ അറിഞ്ഞോ ആ കുട്ടി എവിടാണെന്ന്? ആ, എന്നിട്ടെന്താ? ഒന്നുമില്ല. രജന ഒഴിഞ്ഞു മാറി. ഒന്നുമില്ലാന്ന്. റേച്ചൽ പെറുപെറുത്തു. ഈ സാധനത്തിനെ നമ്മൾ ആദ്യമായിട്ടാണോ കാണുന്നേ? ഈ വിരിനി എന്തൊക്കെ പുകിലാണോ ഒപ്പിക്കാൻ പോണത്? റേച്ചൽ പഴയതൊക്കെ മാറ്റി വീണ്ടും പാചകത്തിലേക്ക് പ്രവേശിച്ചു. രജന ഉമ്മറത്തേക്ക് ഇറങ്ങി അങ്ങേ വീട്ടിലേക്ക് നോക്കി. അങ്ങേ വീട്ടിൻ്റെ ഉമ്മറത്ത് തൂണും ചാരി അതാ വഹാബ് സാർ ഇങ്ങോട്ട് തന്നെ നോക്കുന്നു. അകത്ത് ഫോൺ ബെല്ലടി കേട്ടു. റേച്ചലാണ് എടുത്തത്. ആ അതെ, ഞാനാ കുഞ്ഞെ. എൻ്റെ മോള് എവിടുന്നാ വിളിക്കുന്നേ? എന്നാ ബുദ്ധിബോഷമൊക്കെ മോളെ ഉണ്ടായേ? ആ, കൊച്ചുമോളെ വിളിക്കാം. റേച്ചലിൻ്റെ വിളി കേട്ടു. രജനക്കുട്ടിക്കാ ഫോൺ. രജന റിസീവർ വാങ്ങി. രജന, താത്തയാടി. രജന റിസീവർ പൊത്തിപ്പിടിച്ച് ആകെ ഒന്ന് നോക്കി. ഉമ്മ കേൾക്കുന്നുണ്ടോ? ഉറക്കമാണോ? ഉണർന്നിരിക്കുകയാണോ? താത്ത. അവൾ കൈ മാറ്റിയിട്ട് പതുക്കെ വിളിച്ചു. രജന, ഉമ്മ എന്ത് ചെയ്യുന്നു മോളെ? ഉത്കണ്ഠ തിങ്ങിയ സങ്കടം തിങ്ങിയ സ്വരം. പെട്ടെന്ന് ആ റിസീവർ തട്ടിപ്പറിക്കപ്പെട്ടു. ആസ്യ റിസീവർ ചെവിയിൽ വെച്ചു. രജന അത് നോക്കി നിന്നു. പറയേ രജന, ഉമ്മ എന്തെടുക്കുന്നു? കയറ് പിരിച്ചുകൊണ്ട് ഇരിക്കുകയാടി തൂങ്ങിച്ചാവാൻ. ആസ്യയുടെ ക്രുദ്ധസ്വരം. അയ്യോ ഉമ്മ. അനീസ കരഞ്ഞുപോയി. ഉമ്മ ഈ മകളോട് പൊറുക്കണേ ഉമ്മ, എന്നോട് മിണ്ടരുത്. അത്രയും പറഞ്ഞ് ആസ്യ റിസീവർ വെച്ചു. രജനിയെ തീക്ഷ്ണമായൊന്ന് നോക്കി. പൊള്ളിയതുപോലെ അവൾ പിടഞ്ഞ് പിൻവലിഞ്ഞു. അകത്തേന്ന് വീണ്ടും ആസ്യ മുറിയിലൂടെ വട്ടം ചുറ്റി നടന്നു. റേച്ചിൽ ഉണ്ടാക്കി വെച്ചതൊന്നും കഴിച്ചില്ല, തൊട്ടതേയില്ല. ഉമ്മ കഴിക്കാത്തത് കൊണ്ട് രജനയും കഴിച്ചില്ല. ഉമ്മ ഇരിക്കുകയോ വിശ്രമിക്കുകയോ ചെയ്യാതെ വന്നപ്പോൾ രജന ആകെ ഭയന്നു. ഇത് എന്തിൻ്റെ തുടക്കമാണ്? എന്താണ്? താത്തയുടെ പ്രശ്നം ഉമ്മയെ വല്ലാതെ പിടിച്ചുലച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ പരിണാമം? രജന ഭയത്തോടെ ഉറ്റുനോക്കി. രജന, ആസ്യ കടുത്ത സ്വരത്തിൽ വിളിച്ചു. രജന നോക്കി. ഉമ്മ നടത്തം നിർത്തിയിരിക്കുന്നു. താത്തയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തു കഴിഞ്ഞോ ഉമ്മ? എന്തായിരിക്കും അത്? ആ വേവലാതിയോടെ രജന നോക്കി. ആസ്യ രജനയ്ക്കരികിൽ വന്നു. അവൾക്ക് മുമ്പിൽ നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കി. മിഴികളിൽ നോട്ടം നിലനിർത്തി. എന്നിട്ടാണ് ചോദ്യം. പനം പറ്റിയെന്ന് വന്ന ജലാലിനെ നീ കണ്ടതല്ലേ? ഉവ്, രജന പറഞ്ഞു. അവൻ മിടുക്കനായൊരു ഡോക്ടറാണ്. എൻ്റെ മോളെ ഒരു ഡോക്ടർ വിവാഹം ചെയ്യണമെന്ന് ഞാൻ ആശിച്ചു. എന്നിട്ട് ഒന്ന് തല ഉയർത്തി പിടിക്കണമെന്നും ഞാൻ ഉറപ്പിച്ചിരുന്നു. അത് കണ്ട് നിന്റെ ബാപ്പാടെ തല താഴണമെന്നും. എല്ലാം നിന്റെ താത നശിപ്പിച്ചു. എൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും അവൾ തകർത്തു. കിതപ്പോടെ ആസ്യ ബീവി ഒരു നിമിഷം നിന്നു. അവൾ തന്തയെ തേടി പോയിരിക്കുന്നു. പോകട്ടെ, പോകട്ടെ. ഇനി ആ മകളെ എനിക്ക് വേണ്ട. ഞാൻ ഒന്നേ പ്രസവിച്ചിട്ടുള്ളൂ, ഒറ്റ തവണ. നിന്നെ മാത്രം. രചന ആകെ പരിഭ്രമിച്ചു. എന്താണ് ഈ ഉമ്മ പറഞ്ഞു വരുന്നത്? എൻ്റെ മകളെ നിനക്ക് മരുമകളാക്കി തരാമെന്ന് ഞാൻ സുബൈദയ്ക്ക് വാക്ക് കൊടുത്തു കഴിഞ്ഞതാണ്. എനിക്കൊറ്റ മകളേ ഉള്ളൂ, നിന്നെ ഞാൻ സുബൈദയ്ക്ക് കൊടുക്കും, മരുമകളാക്കി തന്നെ. ഉമ്മ. രചനയ്ക്ക് ശ്വാസം നിന്നുപോയി. എന്താണ് ഈ കേട്ടത്? അതെ, ഡോക്ടർ ജലാൽ നിന്നെ കെട്ടും. രണ്ടുപേരോട് ഞാൻ പറഞ്ഞോളാം കാര്യങ്ങൾ. ഉറപ്പിച്ച വിവാഹം നടക്കണം. സുബൈദയുടെ മകൻ എൻ്റെ മകളെ തന്നെ കിട്ടും. പറഞ്ഞുറപ്പിച്ച ദിവസം അതേ സമയത്ത് തന്നെ. രചന താഴേക്കിരുന്നു പോയി. അവൾ ഒന്നും കേൾക്കുന്നില്ലിപ്പോൾ, ഒന്നും കാണുന്നുമില്ല. അവളുടെ മുൻപിൽ ഒറ്റ രൂപം മാത്രം. സുബൈർ, അവൻ്റെ ചിരി, അവൻ്റെ സംസാരം. എൻ്റെ പുന്നാര രചന. അവൻ്റെ കാതരമായ സ്വരം കാതിൽ തേനൊലിക്കുന്ന സ്വരം. നീ പഠിച്ചോ മോളെ? എത്ര വേണമെങ്കിലും, എത്ര കാലം വരെ ഞാൻ കാത്തിരിക്കും നീ യെസ് എന്ന് മൂളുന്ന നിമിഷം വരെ. ഞാൻ ഒരിക്കലും മൂളിയില്ലെങ്കിലോ? കുസൃതിയോടെ ചോദിച്ചു. അങ്ങനെ ഒരു ചോദ്യമില്ല രചന. മൂളിയില്ലെങ്കിലോ എന്ന ആശങ്കയോടെ അല്ല എൻ്റെ കാത്തിരിപ്പ്. നിന്നെ എനിക്ക് തന്നെ കിട്ടും എന്ന തീർച്ചയിലാണ്. കിട്ടിയില്ലെങ്കിലോ? കിട്ടാതിരിക്കട്ടെ, കിട്ടില്ല എന്ന് തീർച്ചയാകട്ടെ. അപ്പോഴെന്ത് ചെയ്യുമെന്ന് അപ്പോഴഴിഞ്ഞാൽ പോരെ? സുബൈർ, എൻ്റെ പ്രിയമുള്ളവനെ, ഇതാ കിട്ടില്ല എന്ന് തീർച്ചപ്പെടാൻ പോകുന്നു.
എന്ത് ചെയ്യുമെന്ന് പറയൂ പറയൂ. അവളുടെ മനം തേങ്ങി. ഒരാഴ്ചയായി തമ്മിൽ കണ്ടിട്ട്. വിലക്ക് വീണ നാൾ മുതൽ ഈ വീട്ടിൽ തടങ്കലിലായി പോയില്ലേ. ഉമ്മയില്ലാത്ത സമയം നോക്കി സുബൈർ പരിഭ്രമത്തോടെ വിളിച്ചിരുന്നു. ഉണ്ടായ സത്യങ്ങൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. അത് പക്ഷേ താത്തായെ സമ്മതിച്ചതായിരുന്നു. ഇതൊരു ഏറുപടക്കമേ ആയിട്ടുള്ള രചന. സുബൈറിന്റെ ചിരി ഫോണിൽ മുഴങ്ങി. നമ്മുടെ കാര്യം വരുമ്പോഴാണ് ശരിക്കും കതിന പൊട്ടാൻ പോകുന്നത്. ഇതാ ആ കതിന പൊട്ടാറായിരിക്കുന്നു സുബൈർ. ഓടി വരൂ. ഇതാ രക്ഷിക്കാൻ സമയമായിരിക്കുന്നു. ഓടി വരൂ. എന്താ നിനക്ക് സമ്മതമല്ലെന്നുണ്ടോ? ആസിയയുടെ ഗൗരവസ്വരം. രചന മിടയിറക്കി. സുബൈറിന്റെ പേരൊന്ന് പറഞ്ഞാൽ മതി. കതിനയല്ല പൊട്ടുന്നത്, ആറ്റം ബോംബായിരിക്കും. നീ സമ്മതം പറയണ്ട. ആസിയയുടെ മുഴങ്ങുന്ന സ്വരം. പക്ഷേ ഒന്നറിഞ്ഞു, പറഞ്ഞുറപ്പിച്ച ദിവസം ഞാൻ ഈ മുറ്റത്ത് പന്തലിടും. സമയത്ത് നീ ഒരുങ്ങി പന്തലിൽ എത്തിയില്ലെങ്കിൽ ഒരു നിമിഷം കഴിഞ്ഞാണ് ബാക്കി പറഞ്ഞത്. പകരം ഇറക്കുന്നത് എന്നെയായിരിക്കും പന്തലിൽ. രചന മിഴിച്ചു നോക്കി. ജീവനോടെയല്ല, മയ്യത്തായിട്ട്. ഇപ്പോൾ രചന ശരിക്കും വീണുപോയി. പട്ടുറുമാൽ എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ